കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിലെ കൊടൽ നടക്കാവിൽ ദേശീയപാത വികസനത്തിൽ പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചതായി നാട്ടുകാർ. റോഡിന് 12 മീറ്റർ വീതിയാണ് ഉണ്ടാവുകയെന്ന ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് അറിയിപ്പ് നൽകിയതായും പിന്നീട് റോഡിന്റെ വീതി 18 മീറ്റർ ആക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് നിർമ്മാണത്തിനായി നിലവിൽ 70ഓളം വീടുകളും 86ഓളം കടകളും പൊളിച്ചു നീക്കേണ്ട അവസ്ഥയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് പന്നിയങ്കരയിൽ നിന്നും ഒളവണ്ണ കൊടൽനടക്കാവിൽ പ്രവേശിക്കുന്ന റോഡിന്റെ വീതി കൂട്ടി നവീകരിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർ താമസക്കാർക്കും കച്ചവടക്കാർക്കും അറിയിപ്പ് നൽകിയിരുന്നു. അന്ന് 12 മീറ്റർ വീതിയാണ് റോഡിനുണ്ടാവുകയെന്നായിരുന്നു അറിയിപ്പ്. ഇതുപ്രകാരം പുതുതായി വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നവർക്ക് 12 മീറ്റർ കണക്കാക്കിയ അനുമതിയും പഞ്ചായത്ത് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ റോഡിന്റെ വീതി 18 മീറ്ററാണെന്ന വിവരം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പ്രദേശവാസികളെ അറിയിച്ചതോടെയാണ് പ്രതിഷേധമുയർന്നത്. ഇങ്ങനത്തെ ആരോടും പറയാതെ ഒരു സൂചന പോലും ഇത്രയും ഫണ്ടും കുറെ ലോൺ എടുത്തിട്ട് കുറെ ആൾക്കാരോട് താമസിക്കുന്നുണ്ട്. എന്റെ വീടിന്റെ പകുതി വീടിന്റെ നടുഭാഗത്ത് കൂടിയാണ് കുറ്റിടിച്ച് പോയത്. പകുതി 3/4 വീടും പോകും. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ ഈ റൂട്ടിൽ തന്നെ. അപ്പൊ അവർക്കൊന്നും ഒരു സൂചന പോലും നൽകാതെയാണ് ഇതൊരു വികസനത്തിന്റെ പേരും പറഞ്ഞിട്ട് പാവപ്പെട്ട ജനങ്ങളെ വരെ കുറിച്ചിരിക്കുകയാണ്. വികസനത്തിന് ആരും എതിരല്ല. തക്കതായ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം എല്ലാവരും വികസനത്തിന് അനുകൂലമായി നിൽക്കും ചെയ്യും. അതാണ് ഇവിടുത്തെ റോഡ് കമ്മിറ്റിയും പറയുന്നത്, ഇവിടുത്തെ ജനങ്ങളും പറയുന്നത്. നിലവിൽ 70ഓളം വീടുകളും 86ഓളം കടകളും പൊളിച്ചു നീക്കേണ്ട അവസ്ഥയാണ്. റോഡിന്റെ വീതി സംബന്ധിച്ച് അറിവുണ്ടായിട്ടും 12 മീറ്ററിൽ പുതിയ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ അനുമതി നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. റോഡ് വീതി എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പം ഈ ഭാഗത്ത് തന്നെ ഭയങ്കര ഗതാഗത കുരുക്കാണ് ഉണ്ടാകല്. അതൊക്കെ പരിഹരിക്കണമെങ്കിൽ റോഡിന് വീതി തന്നെ വേണം. പക്ഷെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ല നഷ്ടപരിഹാരം നല്ല രീതിയിൽ അവർക്ക് പുനരധിവസിച്ച് മറ്റു രീതിയിലേക്ക് വേറെ സ്ഥലത്തേക്ക് വീട് മാറി ഉണ്ടാക്കാനും ബിൽഡിംഗ് ഉണ്ടാക്കാനും അതിന് വേണ്ട നഷ്ടപരിഹാരം ഇവർക്ക് കിട്ടണം. റോഡ് നിർമ്മാണത്തിന് എല്ലാ പിന്തുണയും നൽകിയ നാട്ടുകാരെ കബളിപ്പിക്കുന്ന നടപടിയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. അതേസമയം റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി വീടുകളും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കേണ്ടി വരുന്നവർക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.